കഴിഞ്ഞ LDF സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വീഴ്ചകൾ നിരത്തി CAG റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്നും കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായി എന്നും എന്നാൽ ആഭ്യന്തര വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമെന്ന് ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. 2024-25 വർഷത്തിൽ 3511 കോടി രൂപ തീർപ്പാക്കാത്ത ബാധ്യതയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. LDF സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വീഴ്ചകൾ നിരത്തിക്കാട്ടുന്നതാണ് റിപ്പോർട്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയായി എന്ന് CAG റിപ്പോർട്ട് പറയുന്നു. 39,230 കോടി രൂപ ഓഫ് ബജറ്റിന്റെ കടബാധ്യതയായി കിഫ്ബിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന വെളിപ്പെടുത്തലും CAG റിപ്പോർട്ടിലുണ്ട്. 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്ന് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനാണ് ഈ നടപടിയെന്നും വിലയിരുത്തുന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായതായി CAG റിപ്പോർട്ട് പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് ആഭ്യന്തര വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. 9.30% നിന്ന് 9.97% ഉയർന്നു. റവന്യൂ ചെലവിന്റെ 64%, വരവിന്റെ 80%, ശമ്പളം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.